എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജനുവരിയിൽ നടത്തിയ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസുമാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. First question, the psychological theory of intelligence which describes human intelligence as a combination of operations, contents and products. അതായത് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ കോമ്പിനേഷൻസ് ഓഫ് ഓപ്പറേഷൻസ്, കണ്ടൻസ്, പ്രോഡക്ട്സ് ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സൈക്കോളജിക്കൽ തിയറി ഓഫ് ഇൻ്റലിജൻസ് തിയറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ്, സ്പിയർമാൻസ് തിയറി, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി, തേഴ്സ്റ്റൺ ഇൻ്റലിജൻസ് തിയറി. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. ഇത് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് ആണ്. ഇൻ്റലിജൻസ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട് മസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണും. അതുകൊണ്ട് തന്നെ ഇൻ്റലിജൻസ് തിയറി, അതിൻ്റെ വക്താവ്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. കാരണം അതിൻ്റെ അകത്തുനിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഗിൽഫോർഡ്സ് തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ SI മോഡൽ എന്നാണ് ദ സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസ് തിയറി അറിയപ്പെടുന്നത്. ഇവിടെ ഒരു 3 ഡയമെൻഷണൽ മോഡലായിട്ടാണ് അദ്ദേഹം ഇൻ്റലിജൻസിൻ്റെ സ്ട്രക്ചറിനെ പ്രപ്പോസ് ചെയ്യുന്നത്. ഇവിടെ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഫാക്ടർ അനാലിസിസ് ആണ്. അതായത് ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീനെ നമുക്ക് 3 ഡിഫറെൻറ്റ് ബേസിക് പാരാമീറ്റേഴ്സ് വഴിയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓപ്പറേഷൻസ്, കണ്ടൻസ്, പ്രൊഡക്ട്സ് എന്നിവയാണ് ഈ 3 ബേസിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് തിങ്കിങ് ആണ്. കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം ഇൻ വിച്ച് വി തിങ്ക് ആണ്. പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഐഡിയ, അതുവഴി ഉണ്ടാകുന്ന ഐഡിയ ആണ്. അങ്ങനെ 5 ഓപ്പറേഷൻസും 5 കണ്ടൻസും 6 പ്രോഡക്ട്സുമാണ് അദ്ദേഹം ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഈ മോഡൽ അനുസരിച്ച് നമുക്കുണ്ടാകുന്ന മാക്സിമം നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 150 ആണ്. ഇതിലൊരു ട്രൈഗ്രാം മോഡലാണ്. അതായത് ഓരോ സിമ്പലും വരുന്നത് ഒരു ഓപ്പറേഷനിൽ നിന്നൊരു സിമ്പൽ വരും, കണ്ടൻറ്റിൽ നിന്നൊരു സിമ്പൽ വരും, പ്രോഡക്റ്റിൽ നിന്നൊരു സിമ്പൽ വരും. അങ്ങനെയാണ് ഈ ഒരു മോഡൽ പോകുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 പാരാമീറ്റേഴ്സും 150 സ്പെസിഫിക് ഫാക്ടേഴ്സുമാണ് ഉള്ളത്. 2 ഫാക്ടർ തിയറിയാണ് സ്പിയർമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതനുസരിച്ച് ഇൻ്റലിജൻസിന് 2 ഫാക്ടേഴ്സാണുള്ളത്, ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും. ഈ ജനറൽ ഫാക്ടർ അല്ലെങ്കിൽ G ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാ ടാസ്കിനും ഉള്ള, അതായത് നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള മെൻ്റൽ എബിലിറ്റിയാണ് അവിടെ പറയുന്നത്. ഇനി S ഫാക്ടറിലോട്ട് വരുമ്പോൾ അതൊരു സ്പെസിഫിക് കപ്പാസിറ്റിയാണ്. അതായത് നമുക്കിപ്പം ചില ആൾക്കാർക്ക് ചില മേഖലകളിൽ നല്ല കഴിവുണ്ടായിരിക്കും, ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കും. അപ്പം അത് ഈ സ്പെസിഫിക് ഫാക്ടർ കൊണ്ടാണെന്നാണ് ഈ സ്പിയർമാൻ്റെ തിയറി പറയുന്നത്. G ഫാക്ടർ കോൺസ്റ്റൻ്റ് ആണ് ഇൻഡിവിജ്വലിൽ, S ഫാക്ടറാണ് വേരി ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇൻ്റലക്ച്വൽ ലെവലിൽ ഓരോ പ്രത്യേക മേഖലകളിലെയും കഴിവ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റലിജൻസ് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത്. പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആണ് തേഴ്സ്റ്റൻ്റേത്. ഇവിടെ അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ് പ്രപ്പോസ് ചെയ്തത്. അതിൻ്റെ അകത്ത് 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റിയാണ് ഉള്ളത്. ഇവിടെ ഫാക്ടർ അനാലിസിസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. വേർബൽ കോംപ്രഹെൻഷൻ, വേർഡ് ഫ്ലുവൻസി, നമ്പർ, സ്പേസ്, മെമ്മറി, പെർസെപ്ച്വൽ സ്പീഡ്, റീസണിങ് എന്നിങ്ങനെയാണ് ഈ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റി ആയിട്ട് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ഗാർഡ്നറാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പ്രപ്പോസ് ചെയ്തത്, ഹവാർഡ് ഗാർഡ്നർ. അദ്ദേഹം ഇൻ്റലിജൻസ് എന്നുള്ളത് ഒരു സിംഗിൾ എൻറ്റിറ്റി ആണ് എന്നുള്ളതിനെ വളരെയധികം ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം 7 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് കണ്ടുപിടിച്ചത്. ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, എക്സ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, ലോജിക്കൽ, മാത്തമാറ്റിക്കൽ, മ്യൂസിക്കൽ, നാച്ചുറലിസ്റ്റിക്, വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക്, വിഷ്വൽ, സ്പേഷ്യൽ ഇൻ്റലിജൻസ്. അങ്ങനെ 9 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഗാർഡ്നർ പോസ്റ്റുലേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ ചിൽഡ്രൻ. അതായത് ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രനിൽ വരുന്നതിനൊരു എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസിങ് കറക്റ്റ് വേർഡ് ഓർഡർ, ഡെവലപ്പിംഗ് എ വൊക്കാബുലറി ഓഫ് വേർഡ്സ് ആൻഡ് മീനിങ്, അക്വയറിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് സ്പീച്ച് സൗണ്ട്സ് കറക്റ്റ്ലി, യൂസിങ് ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ്ലി ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്, അക്വയറിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് സ്പീച്ച് സൗണ്ട്സ് കറക്റ്റ്ലി. ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി എങ്ങനെയാണ് ഒരു ലാംഗ്വേജ്
യൂസ് ചെയ്യാനായിട്ട് ലേൺ ചെയ്യുന്ന, അതുപോലെ തന്നെ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടിക്ക് ഇവിടെ സൗണ്ട് പാറ്റേൺസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവും വേണം, അതുപോലെ തന്നെ അത് ആവശ്യമുള്ളപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും വേണം. അതാണ് ഈ ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നതാണ് അക്വയറിങ് ആൻഡ് പ്രൊഡ്യൂസിങ് സ്പീച്ച് സൗണ്ട്സ് കറക്റ്റ്ലി. അതായത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അത് ആവശ്യം വരുമ്പോൾ അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ കഴിവാണ് ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ്. അതായത് കുട്ടികളുടെ ആ ഒരു ഫോണോളജിയിലെ ഡെവലപ്മെൻറ്റ് കാണിക്കുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഈസ്, അതായത് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ നോളജ് കമ്മീഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഇൻഡിപെൻഡൻസിന് ശേഷം മെയിനായിട്ട് 3 എഡ്യൂക്കേഷൻ കമ്മീഷനുകളാണ് വന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 48-ൽ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 52-ൽ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 64-ൽ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഇൻ്റലക്ച്വൽ അഡ്വഞ്ചർ പ്രൊമോട്ട് ചെയ്യുക, ഡെമോക്രസീനെ സ്ട്രെങ്തൻ ചെയ്യുക, ഹ്യൂമൻ സിവിലൈസേഷനും കൾച്ചറും പ്രൊമോട്ട് ചെയ്യുക എന്നിവയൊക്കെയായിരുന്നു ഇതിൻ്റെ എയിമായിട്ട് വന്നത്. ടീച്ചേഴ്സിൻ്റെ സർവീസ് കണ്ടീഷൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് അവർക്ക് ഹാൻസം ഹാലറി കൊടുക്കുക, വർക്ക് ലോഡ് 8 പീരീഡുകളാക്കുക, അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് 60-ാമത്തെ വയസ്സിലാക്കുക എന്നിവയായിരുന്നു റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ കോളേജിൽ 180 വർക്കിംഗ് ഡേയ്സ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെമിനാർസ് വർക്ക്ഷോപ്പുകളൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ കണ്ടക്ട് ചെയ്യണം. ഡിഗ്രി 3 വർഷം, പോസ്റ്റ് ഗ്രാജുവേഷൻ 2 വർഷം ആക്കണം. PhD സ്റ്റുഡൻസിന് റിസർച്ച് ഫെലോഷിപ്പ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൊടുക്കണം. ഇംഗ്ലീഷ് ആയിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയണത്. യൂണിവേഴ്സിറ്റീസിൻ്റെ ഫണ്ടിങ്സും ഫങ്ഷനിങ്ങും ഒക്കെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യണം. അതുപോലെ തന്നെ റിലീജിയസ് എഡ്യൂക്കേഷനും മോറൽ ഇൻസ്ട്രക്ഷൻസിനും പ്രാധാന്യം കൊടുക്കണം. സോഷ്യൽ സർവീസ്, NCC, NSS എന്നിവയൊക്കെ മോട്ടിവേറ്റ് ചെയ്യണം. വുമൺ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കണം. റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടും റൂറൽ യൂണിവേഴ്സിറ്റീസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വൈവോസിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള എക്സാമിനേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നിവയൊക്കെയായിരുന്നു ഈ ഒരു കമ്മീഷൻ മുമ്പോട്ട് വെച്ച മെയിൻ ആയിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി ലെവലിൽ കുറച്ചും കൂടെ റീഫോംസുകളൊക്കെ കൊണ്ടുവരണമെന്ന് സജസ്റ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 1952 വന്നാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇതിനെ മുതലിയാർ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്, കാരണം ഇതിൻ്റെ ചെയർമാൻ മുതലിയാർ ആയിരുന്നു. സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഡ്യൂറേഷൻ 7 വർഷമായിരിക്കണം. ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുക, നാഷണൽ ഇൻ്റഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യുക, ക്യാരക്ടർ ഫോർമേഷൻ, അതുപോലെ തന്നെ എത്തിക്കൽ ക്വാളിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇൻകൾക്കേറ്റ് ചെയ്യുക, ഡിസിപ്ലിൻ, കോഓപ്പറേഷൻ, സോഷ്യൽ സെൻസിറ്റിവിറ്റീസ്, ടോളറൻസ് എന്നിവയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുക, വൊക്കേഷണൽ എഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യുക എന്നതൊക്കെയായിരുന്നു ഇതിൻ്റെ എയിം എന്ന് പറയണത്. മദർ ടങ് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് ആയിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയണത്. എക്സിസ്റ്റ് ചെയ്തിരുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മോഡേണൈസ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാനായിട്ടൊരു നല്ലൊരു ഹൈ പവർ കമ്മിറ്റി തന്നെ വേണം. ഹൈക്കോടതി ജഡ്ജ്, അതുപോലെ തന്നെ PSCയിലെ മെമ്പർ, വൈസ് ചാൻസലർ ഓഫ് എ യൂണിവേഴ്സിറ്റി, ഒരു കോളേജ് പ്രിൻസിപ്പൾ, അതുപോലെ തന്നെ 2 എമിനൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിസ്റ്റുകൾ എന്നിവയെല്ലാം കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണം എന്ന് ശുപാർശ ചെയ്തു. അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് സ്കൂളുകൾ ഓപ്പൺ ചെയ്യണം. പ്രോജക്റ്റ് മെത്തേഡ്, പ്രോബ്ലം സോൾവിങ് മെത്തേഡ് എന്നിവയെല്ലാം അഡോപ്റ്റ് ചെയ്യണം. പ്രാക്ടിക്കൽ നോളജിന് പ്രാധാന്യം കൊടുക്കണം എന്നിവയൊക്കെയായിരുന്നു ഈ കമ്മീഷൻ മുന്നോട്ട് വെച്ച മെയിനായിട്ടുള്ള ആശയങ്ങൾ. നമുക്ക് 3 നാഷണൽ പോളിസീസാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം വന്നത് 1968, അതിനുശേഷം 1986, അതിനുശേഷം 2020. അങ്ങനെ 3 നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷനാണ് നമുക്കുള്ളത്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്ലാൻ ഓഫ് ആക്ഷനാണ് എഡ്യൂക്കേഷൻ മാറ്റേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. 68 ഈ വിദ്യാഭ്യാസ നയം, അത് നാഷണൽ പോളിസി പ്രഖ്യാപിച്ച് കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ശുപാർശകളുടെ ഫലമായിട്ടാണ് ഇത് വന്നത്. ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഒട്ടാകെ 10, +2, +3 എന്ന ഒരു പഠനക്രമം
നിലവിൽ വന്നത്. അതിനുശേഷം വന്നതാണ് 1986. 1968 വിദ്യാഭ്യാസ നയം എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കണമെന്ന് 1985 തീരുമാനിച്ചു. അപ്പോൾ അതുവഴി പുതിയൊരു വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുകയായിരുന്നു ലക്ഷ്യം. അതനുസരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ വെല്ലുവിളി ഒരു നയപരിപ്രേക്ഷ്യം ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന ലഘുഗ്രന്ഥം ഭാരത സർക്കാർ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വരുവാണ് ചെയ്തത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, മിനിമം ലെവൽ ഓഫ് ലേണിംഗ്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, നവോദയ വിദ്യാലയസ്, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നിവയെല്ലാം ഇതിൻ്റെ ഫലമായിട്ട് വന്നതാണ്. അവസാനം വന്ന പോളിസിയാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020 എന്നുള്ളത്. ISROയുടെ മുൻ ചെയർമാനായിരുന്ന കസ്തൂരിരംഗൻ്റെ അധ്യക്ഷതയിലാണ് ഈ ഒരു വിദ്യാഭ്യാസ നയം വന്നത്. 5334 എന്നൊരു ഘടനയാണ് ഈ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ചത്. 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളൊക്കെ ഈ ഒരു വിദ്യാഭ്യാസ നയം മുമ്പോട്ട് വെച്ച ആശയമാണ്. നോളജ് റിലേറ്റഡ് സെക്ടേഴ്സിൽ ഗവൺമെൻറ്റിന് വേണ്ട നിർദ്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2005 വന്നതാണ് നാഷണൽ നോളജ് കമ്മീഷൻ. 21st സെഞ്ച്വറിയിലെ നോളജ് ചലഞ്ചസിനെ മീറ്റ് ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് മാച്ച് ദ ഫോളോയിങ് ആണ്. അതും കമ്മീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കമ്മീഷൻ്റെ സെക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 2 ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് 1 രാധാകൃഷ്ണ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, സാം പിട്രോഡ കമ്മീഷൻ എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് 2 3 years ഓഫ് ഡിഗ്രി ആൻഡ് 4 years ഓഫ് ഓണേഴ്സ് ഡിഗ്രി സിസ്റ്റം, ഇൻ്റഗ്രേറ്റിംഗ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, റിഫോംസ് ഇൻ ട്രാൻസ്ഫർ ഇന്ത്യ ഇൻറ്റു നോളജ് എക്കണോമി, ഇൻട്രൊഡക്ഷൻ ഓഫ് 3 years സെക്കൻഡറി ആൻഡ് 4 year ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇവിടെ ആൻസർ എഴുതുക ഓപ്ഷൻ 1 ആണ്. അതായത് രാധാകൃഷ്ണ കമ്മീഷൻ ഇൻ്റഗ്രേറ്റിംഗ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, മുതലിയാർ കമ്മീഷൻ ഇൻട്രൊഡക്ഷൻ ഓഫ് 3 year സെക്കൻഡറി ആൻഡ് 4 year ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കോത്താരി കമ്മീഷൻ 3 years ഓഫ് ഡിഗ്രി ആൻഡ് 4 years ഓഫ് ഓണേഴ്സ് ഡിഗ്രി സിസ്റ്റം, സാം പിട്രോഡ കമ്മീഷൻ റീഫോം ട്രാൻസ്ഫർ ഇന്ത്യ ഇൻറ്റു നോളജ് എക്കണോമി. ഈ സാം പിട്രോഡ കമ്മീഷനാണ് നാഷണൽ നോളജ് കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാഷണൽ നോളജ് കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു സാം പിട്രോഡ. Next question, the idea or view that teachers should be responsible and answerable for their teaching practices and the result they achieve with their student is teacher dash. അതായത് ടീച്ചറിൻ്റെ ടീച്ചിങ് പ്രാക്ടീസസിൽ ടീച്ചേഴ്സ് റെസ്പോൺസിബിളുമാണ്, ആൻസറബിളുമാണ്. അപ്പോൾ അതുവഴി ടീച്ചർ സ്റ്റുഡൻസിൻ്റെ ഒപ്പം അച്ചീവ് ചെയ്യുന്ന ആ ഐഡിയ അല്ലെങ്കിൽ വ്യൂവിന് എന്ത് പേര് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടീച്ചർ കോമ്പീറ്റൻസി, ടീച്ചർ ഓട്ടോണമി, ടീച്ചർ അക്കൗണ്ടബിലിറ്റി, ടീച്ചർ പ്രൊഫിഷ്യൻസി. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ടീച്ചർ അക്കൗണ്ടബിലിറ്റി ആണ്. ടീച്ചർ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചറിൻ്റെ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ അതിന് മൊത്തം റെസ്പോൺസിബിലിറ്റി ടീച്ചറിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ അതുവഴി കുട്ടികളിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളതും ഈ ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അതുവഴി സ്റ്റുഡൻസിൻ്റെ ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ലെസൺ പ്ലാനിംഗ് ഉണ്ട്, ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ഉണ്ട്, അസസ്മെൻ്റ് ഉണ്ട്, കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പേരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് ടീച്ചർ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ സ്റ്റുഡൻറ്റ് ലേണിങ്ങിലെ മൊത്തം ഉത്തരവാദിത്വം ടീച്ചറിനാണ്. അതുപോലെ തന്നെ ടീച്ചറുടെ എത്തിക്കൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ ടീച്ചറെ ക്ലാസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ടീച്ചറിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഇൻസ്ട്രക്ഷൻസ് ടീച്ചർ കൊടുക്കണം. അതുപോലെ തന്നെ ടീച്ചറിന് നല്ല കമ്മ്യൂണിറ്റി എൻഗേജ്മെൻ്റ് ഉണ്ടായിരിക്കണം. അതായത് സ്കൂളിലെ മറ്റ് പ്രവർത്തനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കമ്മ്യൂണിറ്റി അഫെയർസ് ഉണ്ടായിരിക്കണം. അങ്ങനെ കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് ടീച്ചർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. ടീച്ചിങ് കോമ്പീറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിനുള്ള കഴിവുകളാണ്. അതായത് കുട്ടിയുടെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ ടീച്ചറിൻ്റെ ആ ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യാനുള്ള കഴിവ്, ഇതിനൊക്കെയാണ് നമ്മൾ കോമ്പീറ്റൻസി എന്ന് പറയുന്നത്. ടീച്ചർ ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻസ് ആണ്. അതായത് ടീച്ചറിൻ്റെ ടീച്ചിങ് കാര്യങ്ങളിൽ, ടീച്ചിങ് പ്രാക്ടീസത്തിൻ്റെ അകത്ത് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ കരിക്കുലം, ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ്, അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്നിവയിലൊക്കെ ടീച്ചറിനൊരു സ്വാതന്ത്ര്യമുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനാണ് ടീച്ചർ ഓട്ടോണമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ടീച്ചർ പ്രൊഫഷൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ല്, എബിലിറ്റീസ്, ടാലൻറ്റ്, എക്സ്പെർട്ടൈസ്, കോമ്പറ്റൻസി, മാസ്റ്ററി, ഡെക്സ്റ്റിരിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവയെല്ലാം ആ ടീച്ചിങ് പ്രൊഫഷനിൽ ഉള്ള വ്യക്തിനെയാണ്, അല്ലെങ്കിൽ ആ ഉള്ള ഇതിനെയാണ് നമ്മൾ ടീച്ചർ പ്രൊഫഷൻസി എന്ന് പറയുന്നത്. ഒരു ടീച്ചറിന് ആ ടീച്ചിങ് കരിയറിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ മൊത്തമായിട്ടുള്ള ആ ഒരു സ്കില്ലിനെയും എബിലിറ്റീനെയും എല്ലാം കൂടി ചേർത്താണ് നമ്മൾ ടീച്ചർ പ്രൊഫഷൻസി എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ടീച്ചറിന് ആ ഒരു മേഖലയിലുള്ള ആ ഒരു മൊത്തം എബിലിറ്റീസും എക്സ്പെർട്ടൈസും എല്ലാം അതിൻ്റെ അകത്ത് വരും. ആ ഒരു മേഖലയിലുള്ള മൊത്തത്തിലുള്ള ടീച്ചറിൻ്റെ കഴിവിനെയാണ് നമ്മൾ ടീച്ചർ പ്രൊഫഷൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next question. A process of self-evaluation and observation that helps teachers improve their teaching and learning strategies. ഒരു ടീച്ചറിൻ്റെ ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ അത് കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സെൽഫ് ഇവാലുവേഷൻ ഒബ്സർവേഷൻ പ്രോസസ്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടീച്ചിങ് പ്രാക്ടീസ്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസ്, റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്, ബ്ലെൻഡഡ് ലേണിംഗ്. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് ആണ്. അതായത് ഒരു ടീച്ചറിൻ്റെ ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സെൽഫ് ഇവാലുവേഷനും ഒബ്സർവേഷനെയാണ് നമ്മൾ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ എപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ടീച്ചർ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ടീച്ചിങ് മെത്തേഡ്സിനെ, ബിലീഫ്സിനെ, തൻ്റെ ടീച്ചിങ് പ്രോസസ്സിനെ എല്ലാം ടീച്ചർ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സ്റ്റുഡൻസിൻ്റെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്, അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, കുട്ടികളെ ലേണിങ് അതുവഴി കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾ നല്ലൊരു ഔട്ട്കം ഇത് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ടീച്ചർ കോൺഷ്യസ്ലി തിങ്ക് ചെയ്യുകയാണ്. അതാണ് ഈ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ എക്സ്പീരിയൻസ് ജേർണലൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് വാങ്ങിക്കുന്നത്, ഇതെല്ലാം റിഫ്ലക്റ്റീവ് പ്രാക്ടീസസിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് ആ ഒരു പ്രൊഫഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകും. അതായത് കുട്ടികളെ നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് പോകും. അതായത് നമുക്ക് ഈ ഒരു ടീച്ചിങ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ടീച്ചിങ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രഡീഷണലിൻ്റെ മോഡേണിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയണത്. അതായത് പുതിയ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും പഴയ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും കൂടെയുള്ള ആ ഒരു കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ലേണിംഗ് രീതിക്കാണ് നമ്മൾ ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. Next question. A system of assessment where a teacher compares a student's performance to that of their peers rather than to a predetermined standard is dash grading. അതായത് ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ പെർഫോമൻസ് ആ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അസസ്മെൻറ്റ് നടത്തുന്നു. അതായത് പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടല്ല, മറിച്ച് ഒരു കുട്ടീനെ ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് അവൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്തിട്ട് അത് അസസ്മെൻറ്റ് ചെയ്യുന്നു. അത് ഏത് ടൈപ്പ് അസസ്മെൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിലേറ്റീവ്, അബ്സല്യൂട്ട്, നോം ബേസ്ഡ്, ക്രൈറ്റീരിയൻ ബേസ്ഡ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നോം ബേസ്ഡ് ആണ്. അതായത് ഒരു കുട്ടിയുടെ പെർഫോമൻസിനെ ബാക്കി കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നതാണ് നോം ബേസ്ഡ് ഗ്രേഡിങ്, നോം ബേസ്ഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്രൈറ്റീരിയൻ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട്. ആ ക്രൈറ്റീരിയാസ് നമ്മൾ അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുന്ന, ഓവർകം ചെയ്യുക അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യുന്ന കുട്ടികളെ അത് പാസ്സായി നമ്മൾ പറയും. അതായത് ഇപ്പോൾ നമ്മളൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തി കഴിയുമ്പോൾ അവിടെ നമ്മൾ ഒരു കുട്ടീനെ മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുകയല്ല, ആ ഒരു മാർക്ക് നമ്മളത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും പാസ്സായി, ആ മാർക്കിനപ്പുറം നമ്മൾ നേടിക്കഴിഞ്ഞാൽ എല്ലാവരും പാസ്സായി. അതാണ് ക്രൈറ്റീരിയൻ ബേസ്ഡ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് കൺവെൻഷണൽ ടെക്നിക്ക് ഓഫ് ഇവാലുവേഷൻ തന്നെയാണ്. അതായത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സിനെ വെച്ചുകൊണ്ട് കുട്ടികളെ അസസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. റിലേറ്റീവ് ഗ്രേഡിങ്ങിൻ്റെ അകത്ത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് ഗ്രേഡ് ചെയ്യുന്നത് ഗ്രൂപ്പിനെ വെച്ചുകൊണ്ടാണ്, പെർഫോമൻസ് ഓഫ് ദ ഗ്രൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. റിലേറ്റീവ് ഗ്രേഡിങ്ങിൻ്റെ അകത്ത് അല്ലെങ്കിൽ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ നോൺ ബേസ്ഡുമായിട്ട് സിമിലറാണ്. പക്ഷേങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ ഓവറോൾ പെർഫോമൻസ് വെച്ചിട്ട് നമ്മളിവിടെ കുട്ടികളുടെ ഗ്രേഡ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത്
റിലേറ്റീവ് ഗ്രേഡിങ് റിലേറ്റീവ് ആണത്. അതായത് ഒരു ക്ലാസ് പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണെങ്കിൽ നമ്മുടെ ഗ്രേഡ് നല്ല രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇനി തിരിച്ചാണെങ്കിൽ നമ്മളത് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഒരു റിലേറ്റീവ് ആണ്, അതായത് ബാക്കിയുള്ള ഓവറോൾ പെർഫോമൻസും കൂടി ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത് നോം ബേസ്ഡ് ആണ്. Next question. A permanent record of learners' educational history that includes information about their attendance, test scores, health status and all other details. അതായത് ഒരു ലേണറിൻ്റെ പെർമനൻറ്റ് റെക്കോർഡ്, അവൻ്റെ എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി കാണിക്കുന്ന ഒരു പെർമനൻറ്റ് റെക്കോർഡാണ്. അതിൻ്റെ അകത്ത് അവൻ്റെ അറ്റൻഡൻസ്, ടെസ്റ്റ് സ്കോഴ്സ്, ഹെൽത്ത് സ്റ്റാറ്റസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള റെക്കോർഡിനെ എന്ത് പേര് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റിംഗ് സ്കെയിൽ, അറ്റൻഡൻസ് റെക്കോർഡ്, അനക്ഡോട്ട റെക്കോർഡ്, കുമുലേറ്റീവ് റെക്കോർഡ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കുമുലേറ്റീവ് റെക്കോർഡാണ്. കുമുലേറ്റീവ് റെക്കോർഡ് അല്ലെങ്കിൽ സഞ്ചിത രേഖ അതായത് വിദ്യാഭ്യാസ ചരിത്രത്തിലെ ക്രമാനുഗതമായ രേഖയാണ് ഈ കുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് സൂക്ഷ്മമായ മൂല്യനിർണ്ണയമാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു കുട്ടിയായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ, അവൻ്റെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നോൺ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന രേഖയ്ക്കാണ് നമ്മൾ കുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. വിവിധ വിഷയങ്ങളിൽ അവൻ്റെ പഠനസിദ്ധി, കായിക വികസനം, ആരോഗ്യ കാര്യങ്ങൾ, പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗഭാഗിത്വം എന്നിവയെല്ലാം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. കാര്യശേഷി, മാനസിക പക്വത, പഠന നേട്ടം, സാമൂഹിക ബോധം, മൂല്യബോധം, വൈകാരിക വികസനം, ആരോഗ്യസ്ഥിതി, പാഠ്യേതര താല്പര്യങ്ങൾ, സാമൂഹിക പശ്ചാത്തലം, മെച്ചപ്പെടാൻ സാധ്യത എന്നിവയെല്ലാം ഈ കുമുലേറ്റീവ് റെക്കോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അനക്ഡോട്ട റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സംഭവ വിവരണ രേഖയാണ്. അതായത് ഒരു കുട്ടിയിലുണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്ന റെക്കോർഡാണ് നമ്മൾ അനക്ഡോട്ട റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് ആകസ്മികമായ പ്രതികരണങ്ങൾ, സവിശേഷ സംഭവങ്ങൾ അപ്പം രേഖപ്പെടുത്തി വയ്ക്കുന്നതാണിത്. ഇത് കുട്ടിയുടെ വ്യക്തിത്വ സവിശേഷതയിലേക്കാണ് വിളിച്ചു നിൽക്കുന്നത്. ഇതൊരു അനൗദ്യോഗികമായ റെക്കോർഡാണ് ഈ അനക്ഡോട്ട റെക്കോർഡ് എന്ന് പറയുന്നത്. ശരിക്കും ഔദ്യോഗികമായ റെക്കോർഡ് കുമുലേറ്റീവ് റെക്കോർഡാണ്. അറ്റൻഡൻസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അറ്റൻഡൻസ് മാത്രമാണ് അവിടെ മാർക്ക് ചെയ്യുന്നത്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനൊരു റേറ്റ് ചെയ്യുക, നമ്മൾ ഒരു മാർക്ക് ഇടുക ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എഗ്രി ചെയ്യുന്നു, സ്ട്രോങ്ങിലി എഗ്രി ചെയ്യുന്നു, ഡിസഗ്രി ചെയ്യുന്നു, അതിനോട് അഭിപ്രായമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കോളങ്ങൾ കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ടിക്ക് ചെയ്യുന്നു നമ്മൾ, എന്നിട്ട് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു മാർക്ക് കാണും. അപ്പോൾ അങ്ങനെയാണ് ഈ റേറ്റിംഗ് സ്കെയിൽ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ റൈറ്റ് ഹൈറാർക്കി ഓഫ് എഡ്ഗർ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. എഡ്ഗർ ഡെയിലിൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന് കറക്റ്റായിട്ടുള്ള ഹൈറാർക്കി ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ്, ഡ്രാമാറ്റൈസ്ഡ്, ഡെമോൺസ്ട്രേഷൻ, കൺട്രീവ്ഡ്, മോഷൻ പിക്ചേഴ്സ്, ഫീൽഡ് ട്രിപ്പ്, എക്സിബിറ്റ്സ്, സ്റ്റിൽ പിക്ചേഴ്സ്, വെർബൽ സിമ്പിൾസ്, വിഷ്വൽ സിമ്പിൾസ് എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡയറക്റ്റ്, കൺട്രീവ്ഡ്, ഡ്രാമാറ്റൈസ്ഡ്, ഡെമോൺസ്ട്രേഷൻ, ഫീൽഡ് ട്രിപ്പ്, എക്സിബിഷൻ, മോഷൻ പിക്ചേഴ്സ്, സ്റ്റിൽ പിക്ചേഴ്സ്, വിഷ്വൽ സിമ്പിൾസ്, വെർബൽ സിമ്പിൾസ് എന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ഹൈറാർക്കി അനുസരിച്ചിട്ടുള്ള ഓർഡർ. ഡെയിലിൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് താഴെ നിന്ന് മുകളിലോട്ടാണ്. ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്, അതായത് ഗോ ത്രൂ റിയൽ എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷം ഏറ്റവും മുകളിലോട്ട് വരുമ്പോൾ വെർബൽ സിമ്പിൾസിലോട്ട് വരും. അതായത് ഏറ്റവും താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷമാണ് ലേണേഴ്സ് ഏബിൾ ടു, അതായത് റീഡിങ്ങിലോട്ട് പോവുകയാണ്. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ആ എക്സ്പീരിയൻസിൽ നിന്ന് വെർബൽ സിമ്പലിലോട്ടാണ് ഇത് പോകുന്നത്. അതായത് ഈ ഒരു കോൺ ഓഫ് എക്സ്പീരിയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ ഇൻഫർമേഷൻ, ആ ഒരു രീതിയിലൂടെയാണ് നമ്മൾ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ആ ഒരു ഇൻഫർമേഷൻ കൂടുതൽ നേരം നമ്മുടെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ റീഡ് ചെയ്യുകയും ഒബ്സർവ് ചെയ്യുകയും കേൾക്കുന്നതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടും, ഇല്ല എന്നല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു ലേണറിൻ്റെ ഉള്ളിൽ അത് റീറ്റെയിൻ ചെയ്യുന്നത് അവൻ എപ്പോഴും ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ ആണ് എന്നാണ് ഈ ഒരു കോൺ ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. അതായത് ഇത്രയേ ഉള്ളൂ. ലേണിംഗ് ബൈ ഡൂയിങ്ങിലൂടെയാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ കൂടുതൽ ആ ലേണിംഗ് ബൈ ഡൂയിങ്ങിലൂടെയാണ് നമ്മുടെ ഉള്ളിലെ ഏറ്റവും കൂടുതൽ നേരെ ഇൻഫർമേഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്നാണ് ഇത് പറയുന്നത്. അതായത് നമ്മുടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ആക്ഷൻ ലേണിംഗും എല്ലാം ഇതിൻ്റെ ആ ഒരു പരിധിയിൽ വരുന്നതാണ്. കോൺ ഓഫ് എക്സ്പീരിയൻസിൻ്റെ അകത്ത് ലീസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്.
അതായത് നമ്മുടെ വെർബൽ സിമ്പിൾസ് ഒക്കെ, അതായത് നമ്മൾ അവിടെ സ്പോക്കൺ വേർഡ്സിന് ലിസൺ ചെയ്യുകയൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. അതിനുശേഷം താഴോട്ട് പോകുമ്പോൾ ഏറ്റവും ഡയറക്റ്റ് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഹാൻഡ് ഓൺ അല്ലെങ്കിൽ ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫീൽഡ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ ക്ലോസ് ടു റിയാലിറ്റി അല്ലെങ്കിൽ എവറിഡേ ലൈഫ് ആയിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിച്ച് ഈസ് യൂസ്ഡ് വിതിൻ എ ബിൽഡിംഗ് ഈസ് കോൾഡ്. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ എന്ത് പേര് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാൻ, മാൻ, ലാൻ, സാൻ. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്, ലാൻ ആണ്. അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആകുന്നത്. പിന്നെ വരുന്നതാണ് വാൻ. വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു പ്രദേശത്തേക്ക് മാത്രമാകുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയയിലാണ്, അതായത് കുറേ ലോക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള ലാനുകളൊക്കെ കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് വാൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കാണ്. അതായത് നമ്മുടെ ഇൻ്റർനെറ്റാണ് ഏറ്റവും വലിയ വാനായിട്ട് നമ്മൾ കരുതപ്പെടുന്നത്. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. അതായത് ലോക്കൽ ഏരിയയിനേക്കാൾ കുറച്ചും കൂടെ കൂടിയതാണ് ഈ മാൻ എന്ന് പറയുന്നത്. അതായത് ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ലാർജ് ക്യാമ്പസ് ഒക്കെയാണ് മാൻ വരുന്നത്. മാനിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു മൾട്ടിപ്പിൾ ലാൻഡ്സിനെ മാത്രമാണ് നമ്മളവിടെ കണക്ട് ചെയ്യുന്നുള്ളൂ. അതായത് ലാൻ, മാൻ, വാൻ എന്നാണ്. അത് ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. ലാൻ ഒരു ചെറിയ ബിൽഡിങ്, മാൻ വരുമ്പോഴേക്കും അതൊരു ചെറിയൊരു മെട്രോപൊളിറ്റൻ സിറ്റി, വാൻ എന്ന് പറയുമ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ജോഗ്രഫി ഏരിയനെ വാൻ കവർ ചെയ്യുന്നുണ്ട്. സാൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്കാണ്. സെർവറിനെ സ്റ്റോറേജ് ഡിവൈസിലോട്ട് ഇത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്